അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് ഡെല്ല. ഞാൻ സെൻറ്റ് ജെയിംസ് ഗ്രേറ്റ് ചർച്ച് ധോണിയിൽ നിന്ന് വരുന്നു. ഞങ്ങളുടെ അവിടെ ആന നല്ലോണം ശല്യമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഒരു തവണ ഞങ്ങളുടെ മതിൽ ഇടിച്ചിട്ടു. അന്ന് ഞങ്ങൾ ഒരുപാട് പേടിച്ചു പോയി. പക്ഷേ അതിന് ശേഷം വീട് വെഞ്ചിരിക്കാൻ വരുമ്പോൾ അച്ഛനോട് അത് പറഞ്ഞ് വെഞ്ചിരിക്കുകയും ചെയ്തു. അതിന് ശേഷം കാട്ടുമൃഗങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വെഞ്ചരിച്ചു. അതിനുശേഷം പിന്നെ അടുത്ത് വരെ വരുന്നല്ലാണ്ട് നമ്മുടെ പറമ്പിലോട്ട് വരിക അല്ലെങ്കിൽ ഒന്നുമില്ല. പിന്നെ അഥവാ അടുത്ത് വന്നാൽ നമ്മുടെ മതിലിൻ്റെ അടുത്ത് നിന്ന് ആ പറമ്പിലുള്ളത് മുഴുവൻ കഴിക്കുക എന്നല്ലാണ്ട് നമ്മുടെ പറമ്പിൽ അതേ സംഭവങ്ങളെല്ലാം ഉണ്ട്, വാഴയും തെങ്ങൊക്കെ ഉണ്ട്, പക്ഷേ ഒന്നും തൊട്ടിട്ടില്ല. ഇവരുടെ ബൗണ്ടറിക്ക് ഉള്ളിലുള്ള വാഴയും തെങ്ങും ഒന്നും തൊടില്ല. തൊട്ടപ്പുറത്തുള്ള ബൗണ്ടറിക്ക് ഉള്ളിലുള്ള വാഴയും തെങ്ങൊക്കെയും നശിപ്പിച്ചിട്ട് അല്ലെങ്കിൽ തിന്നിട്ട് പോകും. അപ്പം അത് ഈ 2 ആഴ്ച മുന്നേയും ഇത് തന്നെയാണ് സംഭവിച്ചത്. അവിടുത്തെ എല്ലാം കഴിച്ചിട്ട് പോയി, നമ്മുടെ ഒന്നും തൊടാതെ ഒരു കുഴപ്പമില്ലാതെ അവിടുന്ന് ആന തിരിച്ചു പോവുകയാണ് ചെയ്തത്. ദൈവത്തിന് നന്ദി. കഴിഞ്ഞ 3-ാമത്തെ ഞായറാഴ്ചയ്ക്ക് മുമ്പ് അങ്ങോട്ടാണ് സംഭവിച്ചത്. അപ്പോൾ അവർ ഇവിടെ വന്നിട്ട് പറയാം, ഞങ്ങളുടെ ഇടയിലൊരു സംഭവം നടന്നു വെച്ചാൽ അത് ഇതാണ്, ഞങ്ങൾ പോയി കണ്ടതാണ്, ആന ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ പുറത്തിറങ്ങാൻ പറ്റില്ല. പക്ഷേ ഇവരുടെ ഈ ബൗണ്ടറിക്ക് ഉള്ളിൽ മാത്രം ഒരു ശല്യം ഉണ്ടായില്ല. ഹല്ലേലൂയ. അപ്പോൾ വെഞ്ചരിക്കാൻ വരുന്നത് നമുക്ക് കുടുംബത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. ഒപ്പം നിങ്ങൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാൽ വരില്ല. ഹോസിയ 2:18 നമ്മൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാൽ ദൈവം എന്ത് ചെയ്യും? മൃഗത്തോട് പറയും അവരെ തുടരുത്.